ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റാണ് കേട്ടോ. കുട്ടികളുടെ ബുദ്ധി ഓർമ്മശക്തിക്കും ബുദ്ധി വികാസത്തിനും എന്തെല്ലാം പൊടിക്കൈകളാണ് അമ്മമാർ ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാനിത് ഇടുന്ന കാരണം എന്താണെന്നോ, പരീക്ഷാക്കാലം അല്ലേ, പരീക്ഷയ്ക്ക് കുട്ടികൾ ഒരുങ്ങുന്ന സമയമാണ്. അമ്മമാരും നല്ല ടെൻഷനിലും ഓട്ടത്തിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണേ. അപ്പോൾ ഇത് പരീക്ഷാകാലത്ത് മാത്രമല്ല കേട്ടോ, എന്നും നിങ്ങൾ പിന്തുടരേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അമ്മമാർക്ക്, കുട്ടികൾക്കല്ല കേട്ടോ, അമ്മമാർക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. മെയിനായിട്ട് വേറെ ഒന്നുമല്ല, ഭക്ഷണത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഓർമ്മശക്തി കൂടുന്നതിനും ബുദ്ധി വികസിക്കുന്നതിനും എല്ലാത്തിനും ഗുണം ചെയ്യും. നമ്മളിപ്പോൾ കൊടുക്കുന്ന ചില ഭക്ഷണങ്ങൾ മാറ്റി അതിന് പകരം വളരെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഭക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മളെല്ലാവരും മക്കൾക്ക് പാൽ കൊടുക്കും അല്ലേ. ഇപ്പോൾ പാൽ അലർജി ഇല്ലാത്ത കുട്ടികൾ തീർച്ചയായിട്ടും പാൽ കുടിക്കണം. അത് നമ്മളിപ്പം രാവിലെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി വൈകിട്ടാക്കണം. രാത്രി അവർ കിടക്കുന്നതിന് മുന്നേ കുറച്ച് പാല് ചൂടാക്കി അവർക്ക് ചെറിയ മധുരം ഇട്ട് കൊടുത്താൽ മതി, അധികം മധുരം വേണ്ട കേട്ടോ. അപ്പം അങ്ങനെ അവർക്ക് കൊടുത്താൽ അവർക്ക് ആ പാലിൻ്റെ ഫുള്ള് വൈറ്റമിൻസും മിനറൽസും എല്ലാം അവരുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മളത് ചായയിലൊഴിച്ചോ കാപ്പിയിലൊഴിച്ചോ കൊടുക്കുമ്പോൾ അത്രയ്ക്ക് ഗുണം കിട്ടില്ല, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഗുണം കിട്ടുന്നതിന് പാല് മാത്രം രാത്രി അവർ കിടക്കാൻ നേരത്ത് കൊടുക്കണം. പിന്നെ ചായയും കാപ്പിയും കുട്ടികൾക്ക് കൊടുക്കണം. അത് കട്ടനാണ് എപ്പോഴും നല്ലത്. ഞങ്ങളുടെയൊക്കെ കാലത്ത്, പഠിക്കുന്ന കാലത്ത് കട്ടൻ തിളപ്പിച്ച് ഫ്ലാസ്കിലൊക്കെ എടുത്തു വെച്ച് കുടിച്ച് പഠിക്കുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല കട്ടനാണ് ഞങ്ങളുടെയൊക്കെ കാലത്ത് മിക്കവാറും എല്ലാവരും കുടിച്ചിരുന്നത്. പാലായിട്ട് ആണ് കുടിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ശീലം നമ്മൾ മടക്കി കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നോ, ഈ കട്ടൻ കുടിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കഫേൻ നമുക്ക് ഏറ്റവും നല്ലതാണ്, കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. കുട്ടികളുടെ പ്രസരിപ്പുണ്ടാകുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഏറ്റവും നല്ലതാണ് കഫേൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓർമ്മശക്തി കൂട്ടുന്നതിന് ഈ കട്ടൻ കാപ്പി, കട്ടൻ ചായ എല്ലാം കുട്ടികൾക്ക് ഗുണം ചെയ്യും. അതാണ് ആദ്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, ജ്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിൽ ചെല്ലുമ്പോൾ കാണുന്നത് പിള്ളേർ ടാങ്ക് കലക്കി കുടിക്കുന്നത്, അതല്ലെങ്കിൽ വാങ്ങി ഫ്രിഡ്ജ് നിറയെ ഓറഞ്ച് ജ്യൂസ്, പപ്പായ ജ്യൂസ്, പേരക്ക ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റെഗുലറായിട്ട് കുട്ടികൾക്ക് കൊടുക്കരുത്. എന്താണെന്നോ, ഇതിൽ ധാരാളം മധുരം അടങ്ങിയിട്ടുണ്ട്, പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്, കളറൊക്കെ ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഇത് നമ്മൾ റെഗുലറായിട്ട് കൊടുക്കരുതേ. പിന്നെ ഈ മധുരം മധുരം അതിയായാലുള്ള കുഴപ്പം എന്താണെന്ന് പറയാം, മധുരം പൊതുവേ കുഞ്ഞുങ്ങൾക്ക് കുറയ്ക്കണം. നമുക്ക് പ്രായമുള്ളവർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ ശരീരഭാരം വർദ്ധിക്കുന്നതിനും അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികൾ അപ്പോൾ ഈ ശരീരഭാരം കൂടുമ്പോൾ തന്നെ പിള്ളേർക്ക് ഒരു മന്ദത വരെയും ഉത്സാഹക്കുറവ് വരെയും പഠിക്കാനുള്ള മൂഡില്ലാണ്ടാവുകയും ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറയും, ഫ്ലോ കുറയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ജ്യൂസുകൾ മാറ്റി അങ്ങ് വെച്ചേക്കണേ. എന്നിട്ട് നമ്മുടെ ഏറ്റവും എളുപ്പം നമ്മൾ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ആപ്പിള്, പിന്നെ പേരയ്ക്ക, തണ്ണിമത്തൻ, ഇതെല്ലാം നമ്മൾ മിക്കവാറും നമ്മുടെ വീടുകളിൽ വാങ്ങണമാണല്ലോ അല്ലേ. അപ്പോൾ അത് നമുക്ക് ജ്യൂസായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു 100 ml ഒരു ദിവസം കൊടുത്താൽ മതി കേട്ടോ. ബ്ലഡ് ഫ്ലോ കുട്ടികളിൽ കൂടുന്നതിനും, ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ഉള്ള ഗുണം എല്ലാവർക്കും അറിയാമല്ലോ, ഓക്സിജൻ്റെ അളവ് കൂടുകയും ഓക്സിജൻ്റെ ഫ്ലോ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഓർമ്മശക്തി കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ബീറ്റ്റൂട്ട് ജ്യൂസ് ഒരു 100 ml വെച്ച് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ ഇനി ക്യാരറ്റ് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിലെ സെൽസിലുണ്ടാവുന്ന ഡാമേജസ് വരാതിരിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണേ. അപ്പം നമ്മൾ ഈ വാങ്ങുന്നതിൻ്റെ ഇതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ അത് വാങ്ങുന്നത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കണേ. മാത്രമല്ല ആപ്പിൾ ജ്യൂസ് പിന്നെ ഞാൻ പറയാണ്ട് എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം. പിന്നെ അതുപോലെ പേരയ്ക്ക, തണ്ണിമത്തൻ, ഇതെല്ലാം നമുക്ക് ജ്യൂസാക്കി കൊടുക്കാം. ഇതെല്ലാം വെറുതെ പേരയ്ക്കും തണ്ണിമത്തനും ആപ്പിളൊക്കെ വെറുതെ കടിച്ച് തിന്നാലും മതി, ജ്യൂസ് കുടിക്കണമെന്നൊന്നുമില്ല. ഈ ജ്യൂസ് കുടിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കാണ്
ഞാൻ ഈ പറഞ്ഞത് നമുക്കിങ്ങനെ ക്യാരറ്റ് ജ്യൂസും ബീറ്റ്റൂട്ട് ജ്യൂസും ഒക്കെ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അതുമൂലം അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് ഉള്ള ഗുണം കിട്ടും അവർക്ക്. പിന്നെ അടുത്തതായിട്ട് ബേക്കറി ഐറ്റംസ് ആണ് അല്ലേ. ബേക്കറി ഐറ്റംസ് മിക്കവാറും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താ ചെയ്യുന്ന അമ്മമാർ, എന്തെങ്കിലും ടിന്നിലൊക്കെ എടുത്ത് വെച്ചേക്കും, പിള്ളേർ അതൊക്കെ എടുത്ത് തിന്നും. വളരെ ഒരു മോശം ശീലമാണിത്. പ്രത്യേകിച്ച് ഇതിൽ ധാരാളം മൈദ അടങ്ങിയിട്ടുണ്ട്, ട്രാൻസ്ഫാറ്റ്, അതുപോലെ കളറ്, മധുരം, ഇതെല്ലാം നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായ? അതുകൊണ്ട് ഈ ബേക്കറി ഐറ്റംസ് കഴിയുന്നതും കുറയ്ക്കുക. തീരെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കഴിയുന്നതും നമ്മളിങ്ങനെയുള്ള എണ്ണമയമുള്ളതൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ മാറ്റി പിള്ളേർക്ക് അതിന് പകരം നമുക്ക് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ പിന്നെ ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കാം അല്ലേ, മുട്ട പുഴുങ്ങി കൊടുക്കാം. ഏറ്റവും എളുപ്പം ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ മുട്ടയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് omega-3 ഫാറ്റി ആസിഡും കൂടെ നമുക്ക് കിട്ടും. അതുപോലെ നട്ട്സ് കൊടുക്കാം, അതിലും ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഈ omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ഗുണം എന്താണെന്നോ, നമ്മുടെ ബുദ്ധി കൂർമ്മത, ഷാർപ്പ്നെസ് കിട്ടുന്നതിന് ഏറ്റവും ആവശ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് omega-3 ഫാറ്റി ആസിഡ്സ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു എന്താ പറയണേ, ഈ ബേക്കറി ഐറ്റംസ് മാറ്റിയിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴോ അങ്ങനെയുള്ള നട്ട്സ്, കപ്പലണ്ടി ഒക്കെ കൊടുക്കാം നമുക്ക്. ബദാം പരിപ്പ്, വാൽനട്ട്, കപ്പലണ്ടി ഇങ്ങനെയുള്ളതൊക്കെ ഒരു ശീലമാക്കിയ കുഞ്ഞുങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു ശീലമാണ്. അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ശീലമാണ്. പിന്നെ ഈ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് മാഗി, നൂഡിൽസ് പോലുള്ളതൊക്കെ കഴിക്കുന്നത് ശ്രദ്ധിക്കണേ. നമുക്ക് അതിന് പകരം കുട്ടികൾക്ക് ഓട്സ് കൊടുക്കാം, അതുപോലെ തന്നെ റാഗി കുറുക്കി കൊടുക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും അതിന് പകരമായിട്ട് കുട്ടികൾക്ക് കൊടുത്ത് ശീലിക്കണം. ഓടി വന്ന് ഈ മാഗി ഉണ്ടാക്കി തിന്നണ ശീലവും കുട്ടികളുടെ ഓർമ്മശക്തിനെ കുറയ്ക്കുന്നതിന് ഉള്ള ഒരു ശീലമാണ്. അപ്പോൾ അമ്മമാർ ആ ശീലം മാറ്റിയെടുക്കണം. പിന്നെ അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ omega-3 ഫാറ്റി ആസിഡ്സ്. അതിനായിട്ട് നമുക്ക് മീൻ ധാരാളമായിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. മീൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് മിക്കവാറും നമ്മൾ വറുത്ത മീനാണല്ലോ ഇഷ്ടം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറി വെച്ച മീനാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി മുള്ളാണ്, അതാണ്, ഇതാന്നൊക്കെ പറഞ്ഞ് പിള്ളേർ ഇത് കഴിക്കാത്ത പിള്ളേർ ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ പിള്ളേരെ സംബന്ധിച്ച് നമുക്ക് ഇതുപോലെ നട്ട്സ് കൊടുക്കാം, ഏത്തപ്പഴം കൊടുക്കാം, മുട്ട കൊടുക്കാം, തൈര്, ഇതിനകത്തെല്ലാം ഫ്ലാക്സ് സീഡ്, ഇതിനകത്തെല്ലാം omega-3 ഫാറ്റി ആസിഡ് ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കനാണ് മെയിൻ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പോയി കടകളിൽ നിന്നൊക്കെ ചിക്കൻ്റെ പലവിധ വിഭവങ്ങളൊക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലേ. ട്രാൻസ്ഫാറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അധികം വറുത്തതും കരിഞ്ഞതും പൊരിച്ചതും ഒക്കെ. ഈ ട്രാൻസ്ഫാറ്റിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദോഷങ്ങളുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് എടുത്തു പറയണത് ഓക്സിജൻ ഫ്ലോ കുറയും. കാർബോഹൈഡ്രേറ്റിനെ പുറന്തള്ളാൻ പറ്റാണ്ട് ഓക്സിജൻ ഫ്ലോ നമ്മുടെ കുറയും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. തീരെ കുറയ്ക്കാൻ പറ്റില്ല. അതിന് പകരം ഇപ്പം നമുക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത ഒത്തിരി നമുക്ക് കാണാമല്ലേ. ചിക്കൻ വെച്ച് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒത്തിരി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ അത് ചെയ്യണേ. പിന്നെ നമുക്ക് കുട്ടികൾ സ്കൂൾ പരീക്ഷ സമയത്തൊക്കെ രാവിലെ പോകുമ്പോൾ കഞ്ഞിയും പയറും ഉണ്ടാകും നല്ലത്. ഏറ്റവും പെട്ടെന്ന് ദഹിക്കാവുന്നതും പിള്ളേർക്ക് കഞ്ഞിയും പയറും കുടിക്കുമ്പോൾ ഒരു സുഖമാണ്, പ്രോട്ടീനും ഒക്കെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശീലം നല്ലതാണ്. പിന്നെ തേൻ കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക്. ചെറുതേനാണ് കേട്ടോ നല്ലത്. പിന്നെ ഇതിലെല്ലാത്തിലും ഒരു ബ്രെയിൻ യോഗയുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പണ്ട് കാലത്തൊക്കെ, എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഞങ്ങളുടെ കാലത്ത് എപ്പോഴും ഞങ്ങളെ കൊണ്ട് ഏത്തിടിപ്പിക്കും. വീട്ടിലാണെങ്കിലും കുറുമ്പ് കാണിച്ചാലും ചെവി ഇങ്ങനെ പിടിച്ച് ഏത്തിടാൻ പറയും. സ്കൂളിലാണെങ്കിലും പിള്ളേരെ കൊണ്ട് സാറുമാരൊക്കെ ഏത്തിടിപ്പിക്കണ ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്ന് പിള്ളേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏത്തിടിക്കണം. പക്ഷേ ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മുടെ ബുദ്ധി വികാസത്തിന്, ഓർമ്മശക്തി കൂട്ടുന്നതിനും എല്ലാം ഏത്തിടുന്നത് നല്ലതാണ്. ഒരു 10 പ്രാവശ്യം രാവിലെയും ഒരു 10 പ്രാവശ്യം വൈകിട്ടും പിള്ളേരെ കൊണ്ട് അത് ചെയ്യും. അടിക്കാനൊന്നും നടക്കണ്ട, ഏത്തിടിപ്പിച്ചാൽ മതി പിള്ളേരെ കൊണ്ട്. അവരുടെ ബുദ്ധിയും കൂടും, നമ്മളൊരു ശിക്ഷയും ആയി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്മമാർ ചെയ്യേണ്ട കാര്യങ്ങളും തിരുത്തേണ്ട കാര്യങ്ങളും കേട്ടോ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തിരുത്തി ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ല ഭംഗിയായിട്ട് പരീക്ഷ എഴുതാൻ സഹായിക്കട്ടെ എന്ന്
ദൈവത്തോട് അപേക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വായിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.